മോഹൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അവന്റെ അച്ഛൻ മരിച്ചുപോയിരുന്നു. അനിയത്തിയെ അവൻ കല്യാണവും കഴിപ്പിച്ചു. അമ്മേ, ഇതാ ഇന്നത്തെ സമ്പാദ്യം. മോഹൻ, നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് മോനെ. നീ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ സമയത്തിന് എന്തെങ്കിലും കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് മോനെന്താ കഴിക്കാൻ വരാത്തത്? ഇന്ന് നല്ല ജോലിയുണ്ടായിരുന്നമ്മേ. ഞാൻ വരുമ്പോൾ ഗുഡ്സിന്റെ വണ്ടി വന്നു. എനിക്ക് സമയം കിട്ടിയില്ല. ഓണറും ജോലിയെല്ലാം തീർക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ അയാൾ വീട്ടിലേക്കും പോയി. നമസ്കാരം ഗായത്രി ചേച്ചി, നിങ്ങൾക്ക് സുഖമാണോ? വരൂ സുശീലേ, ഇരിക്കൂ. ശരി ശരി, ഇതാ മധുരം കഴിക്കൂ. ഞാൻ എന്റെ മകന് വേണ്ടി ഒരു സുന്ദരിയായ ബുദ്ധിയുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ചു നാളിനുള്ളിൽ എന്റെ മകന് കല്യാണമാണ്. ശരി ശരി, ഞാൻ പോകുവാ. ഒരുപാട് പേർക്ക് കൊടുക്കണം. മോഹൻ, സുശീലയുടെ മകൻ നിന്നെക്കാൾ 4 വയസ്സിന് ഇളയതാ. എന്നാൽ നോക്ക്, അവന്റെ കല്യാണം തീരുമാനിച്ചു. എന്നാ ഇനി എനിക്കൊരു മരുമകൾ വരുന്നത്? അമ്മേ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഓണറിനെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഈ ജോലി പോകും. അമ്മയ്ക്ക് അറിയാമല്ലോ, വിദ്യയെ കല്യാണം കഴിപ്പിക്കാൻ അച്ഛൻ കടം വാങ്ങിയിരുന്നു. അത് ഇതുവരെ വീട്ടിയിട്ടില്ല. ആദ്യം ആ കടമൊക്കെ ഒന്ന് തീർക്കട്ടെ, അതിനുശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. വിദ്യ എന്ന് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. നീ നാളെ അവളുടെ വീട്ടിൽ പോ. അവൾക്ക് എന്റെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു. പോയി കൂട്ടിക്കൊണ്ടുവാ. ശരി, നാളെ രാവിലെ തന്നെ പോകാം. അടുത്ത ദിവസം മോഹൻ വിദ്യയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വഴിയിൽ ഒരു പാനിപൂരി കട അവൻ കണ്ടു. അവിടെ 2 ഗുണ്ടകൾ വന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു. നോക്ക്, ബാഹുബലി പാനിപൂരി, നാളെ ഈ കടയോടൊന്ന് കാലിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ അങ്ങ് കൊണ്ടുപോകും. കിഴവാ, തന്റെ മകളോടൊന്ന് പറ. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി 2 പേരും അവിടെ നിന്ന് പോയി. അപ്പോൾ മോഹൻ അവരുടെ അടുത്തേക്ക് പോയി. അവർ 2 പേരും ഇപ്പോഴും കരയുകയായിരുന്നു. ഒന്നും കരുതില്ലെങ്കിൽ ഇവർ ആരാണെന്ന് എന്നോടൊന്ന് പറയാമോ? എന്തിനാ ഇവർ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്റെ പേര് ചഞ്ചൽ. ഇതെന്റെ അച്ഛൻ. കുഞ്ഞിലെ മുതൽ എന്നെ കാണാൻ ബയൽവാൻ പോലാ. അതുകൊണ്ട് എല്ലാവരും എന്നെ ബാഹുബലി എന്നാ വിളിക്കുന്നത്. എന്റെ അച്ഛൻ ഒരുപാട് പ്രായമായതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ജോലി ചെയ്യാനും വയ്യ. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പാനിപൂരി കട തുടങ്ങിയത്. ഇവർ 2 പേരും എപ്പോഴും വന്ന് പണം ചോദിക്കും. ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ ഈ വണ്ടി ഇവർ തല്ലി നശിപ്പിക്കുമെന്നും പറയുന്നു. എന്ത് ചെയ്യാനാ മോനെ, ഈ ഗുണ്ടകളോട് ആരും എതിർക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെ പോരാടാനാ? നോക്കൂ ചഞ്ചൽ, തെറ്റ് ചെയ്യുന്നവരോട് ചോദിക്കാൻ പോയില്ലെങ്കിൽ അത് വളരെ വലിയ തെറ്റാ. നമ്മൾ ഇതിനൊരു വഴി കണ്ടെത്തണം. ദൈവം നിനക്ക് ബലമുള്ള ഒരു ശരീരം തന്നിട്ടുണ്ട്. ഈ ശരീരം കൊണ്ട് നിനക്ക് ആ ഗുണ്ടകളെ തോൽപ്പിക്കാം. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നീ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യ്. അപ്പോൾ എല്ലാം ശരിയായിക്കോളും. മോഹൻ കൊടുത്ത ധൈര്യത്തിൽ ആ പെൺകുട്ടിയും മോഹനും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസിനോട് നടന്നതെല്ലാം പറഞ്ഞു. അടുത്ത ദിവസം ഗുണ്ടകൾ വന്നപ്പോൾ മോഹനും പോലീസുകാരും കണ്ടു. എന്താ, കട കാലിയാക്കാൻ സമയമായില്ലേ? എടാ, നിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. നിന്റെ ഗുണ്ടായിസം കുറച്ച് കൂടുന്നുണ്ടല്ലോ. വാ വാ, ഗുണ്ടായിസമൊക്കെ ചെയ്തോ. എന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ വന്ന് ചെയ്യ്. കയറടാ. ഈ പെൺകുട്ടി നിനക്കെതിരെ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ചഞ്ചലിന്റെ ധൈര്യം കണ്ട് മറ്റു ചില കടക്കാരും അവിടെ വന്നു. അത് ഇൻസ്പെക്ടർ സാർ, ഇവരെ ജയിലിൽ കൊണ്ടുപോയിടൂ. ഇവരെ കാരണം ഞങ്ങൾക്ക് എന്നും ബുദ്ധിമുട്ടാ. പാവപ്പെട്ട ഞങ്ങൾക്ക് ഇവർ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ ഇത്രയും ധൈര്യം വന്നോ? നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കണ്ടോളൂ നിങ്ങൾ. എടോ, എന്താ നിങ്ങൾ ഭീഷണിപ്പെടുത്തുവാണോ? ഇവരെ ജീപ്പിൽ കയറ്റൂ. പോലീസുകാർ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു. ഇന്നെനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയെങ്കിൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ കാരണം ആ ധൈര്യത്തോടെ ഒരു തീരുമാനമെടുത്തത്. മോഹൻ അപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടു. കുറച്ചു ദിവസത്തിനു ശേഷം അനിയത്തിയെ വിടാൻ അവിടെ വന്നു. ഞാൻ പോയി ചഞ്ചലിനെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടിട്ട് ഒരുപാട് ദിവസമായി. സുഖമായി ജീവിക്കുന്നുണ്ടായിരിക്കും. ഹോ, പാവം. മോഹൻ ചഞ്ചലിന്റെ പാനിപൂരി കടയുടെ അടുത്ത് പോയപ്പോൾ കട അവിടെ ഇല്ല. ചേട്ടാ, ഇവിടെ ഒരു ബാഹുബലി പാനിപൂരി കടയുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ഇവിടെ ആയിരുന്നല്ലോ. അത് ചഞ്ചലിന്റെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം കുറച്ച് ദിവസം മുൻപേ മരിച്ചുപോയി. അവളിപ്പോൾ തനിച്ച ജീവിതം. അവൾക്കിപ്പോൾ ഹെൽപ്പായി ആരുണ്ടെന്ന് പോലും അറിയില്ല. മോഹൻ അത് കേട്ട ഉടനെ ഒരുപാട് വിഷമിച്ചു. അവൻ ചഞ്ചലിന്റെ വീട്ടിലേക്ക് പോയി. ചഞ്ചൽ മോഹനെ കണ്ടതും കരയാൻ തുടങ്ങി. ചഞ്ചൽ, ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഈ ലോകത്ത് തനിച്ചല്ല. നീ എന്നെ കല്യാണം കഴിക്കാമോ? എന്നാൽ എന്നെ കാണാൻ ഭംഗിയില്ലല്ലോ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ എല്ലാവരും നിങ്ങളെ കളിയാക്കും. അല്ല ചഞ്ചൽ, നിന്നെ കാണാൻ സുന്ദരിയാണ്. ഞാൻ സത്യസന്ധമായി നിന്നെ ഇഷ്ടപ്പെടുന്നു. നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. മോഹൻ വന്നതും ചഞ്ചലിന്റെ ജീവിതം തന്നെ ഇപ്പോൾ മാറി. മോഹൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി.
കുറച്ചു നാളുകൾക്ക് ശേഷം അവരുടെ വിവാഹവും നടന്നു. ചഞ്ചൽ നല്ല പെൺകുട്ടിയാണ്. അവൾ എല്ലാ കാര്യവും നന്നായി നോക്കി. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് മോഹന്റെ കമ്പനി പൂട്ടിപ്പോയപ്പോൾ അങ്ങനെ അവന്റെ ജോലിയും നഷ്ടമായി. മോഹൻ ഒരുപാട് വിഷമത്തിലേക്കും പോയി. മോന്റെ മുതലാളി എന്താ ഇങ്ങനെ? പെട്ടെന്ന് കമ്പനിയും അടച്ച് ജോലിയിൽ നിന്ന് പുറത്താക്കി. ദൈവമേ, ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും? നോക്കൂ, ഞാൻ ഒരുപാട് കാലമായി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് വീണ്ടും ബാഹുബലി പാനിപ്പൂരി കട തുടങ്ങിക്കൂടാ? ഇപ്പോൾ നിങ്ങളും കൂടെയുണ്ട്. നല്ല വരുമാനം കിട്ടും. നമുക്ക് അത് തന്നെ ചെയ്യാം. ചഞ്ചൽ, ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അയ്യോ, ഞാനിവിടില്ലേ, ഞാനെല്ലാം നോക്കിക്കോളാം. ചഞ്ചൽ ധൈര്യത്തോടെ തീരുമാനമെടുത്തു. മോഹൻ പറഞ്ഞതുകൊണ്ട് അവളുടെ പേരിൽ അവർ വീണ്ടും പാനിപ്പൂരി കട തുറന്ന് കച്ചവടം ചെയ്യാനും തുടങ്ങി. ബാഹുബലി പാനിപ്പൂരി വാലി എന്ന പേര് ഫേമസ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കഴിച്ചു. മോഹൻ ചഞ്ചലിന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് സന്തോഷത്തിലായിരുന്നു. എല്ലാവരും അവരെ നോക്കി നിങ്ങൾ നല്ല ഇണയാണെന്നും പറഞ്ഞു. ഒരുപാട് ആൾക്കാരും അവരുടെ ഒത്തൊരുമ കാണാൻ തന്നെ അവിടെ വരുമായിരുന്നു. അങ്ങനെ ചഞ്ചലും മോഹനും കച്ചവടം നല്ല രീതിയിൽ ചെയ്ത് ഒരുപാട് പണവും ഉണ്ടാക്കി. അവരുടെ ഭാഗ്യവും അപ്പോൾ തെളിഞ്ഞു. ഇപ്പോൾ കുടുംബത്തിൽ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിച്ചു.